സന്ധിയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു വി എസിൻ്റെതെന്നാണ്. അത് പാർട്ടിയോടും സന്ധിയില്ലാത്തതായിരുന്നു. തീർച്ചയായും അതെ. കാരണം പാർട്ടിക്ക് അകത്ത് നിന്ന് ഇത്രയേറെ പോരാടേണ്ടി വന്ന ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ വിചാരിച്ചതാണ് വി എസ് പാർട്ടി വിട്ടു പോകും എന്നുള്ളത്. കാരണം വി എസിന് പാർട്ടി ടിക്കറ്റ് നിഷേധിക്കുന്നു. അന്ന് രാത്രി ഞാനിപ്പോഴും ഓർക്കുകയാണ്, ആയിരങ്ങളാണ് തടിച്ചു കൂടിയത്. അപ്പോഴാണല്ലോ കണ്ണേകരളെ വി എസ്. അതെ അതെ അതെ, അതൊക്കെ വന്നത്. അത്രയേറെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പാർട്ടിക്കാരെ മാത്രമല്ല, പൊതുവിൽ ജനങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുണ്ട്, ഇങ്ങനെ ഒരു നേതാവുണ്ട്, ഒരു ലീഡറുണ്ട് എന്നുള്ള ആ ഒരു പൊതുബോധം അല്ലേ. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, വി എസിനെ എത്രത്തോളം സ്വീകാര്യനാക്കിയത്, വി എസിനെ എത്രത്തോളം ജനകീയനാക്കിയത് അതാണ്. ആ ഞങ്ങളോടൊപ്പം ഉണ്ട് ഈ നേതാവ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നോക്കൂ, അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ നോക്കൂ. പരിസ്ഥിതി പ്രശ്നങ്ങൾ, നമുക്കറിയാം, മൂന്നാർ ദൗത്യം ഒക്കെ അറിയാലോ. മതികെട്ടാൻ മല അദ്ദേഹം ആ വയസ്സുകാലത്ത് ആ മതികെട്ടാൻ മല ചവിട്ടിക്കയറിയത് നമ്മൾ കണ്ടതാണ്. പിന്നെ പ്ലാച്ചിമട വിഷയം, കൊക്കക്കോള ആ ഫാക്ടറി അടച്ച് പൂട്ടിക്കുന്നതിൽ മുൻകൈ എടുത്തത് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം ആ ഒരു ജനകീയ വിഷയത്തിൽ പ്ലാച്ചിമടയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പ്രശ്നത്തിൽ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടായിരിക്കുമ്പോഴും ശക്തനായൊരു പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. തീർച്ചയായും. മാത്രമല്ല, ഈ മറയൂരിലെ ചന്ദന കൊള്ള ആ വിഷയം, അത് നിയമസഭയിൽ അദ്ദേഹം കൊണ്ടുവന്നു. അത് ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. നമുക്കറിയാം കവിയൂർ കിളിരൂർ കേസ് അല്ലേ, ബി എസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും നമ്മൾ അത് ഓർക്കുന്നുണ്ടാവും. അതായത്, ഞാൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ കയ്യാമം വെച്ച് നടത്തിക്കുന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം പാർട്ടിയിലുള്ള ചിലർ തന്നെയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു വി എസ് അത് പറഞ്ഞെങ്കിലും അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടി വരികയും ചെയ്തു. അത്തരം ഒരു സന്ദർഭങ്ങൾ വി എസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, വി എസ് ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ട് ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ വധം അല്ലേ, അത് വി എസിന് വല്ലാതെ ഉലച്ചിരുന്നു. അത് ആ സമയത്ത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൂടിയാണ്. അന്ന് പാർട്ടിയുടെ കർശനമായിട്ടുള്ള വിലക്കുണ്ടായിരുന്നു, ഒരു കാരണവശാലും അങ്ങോട്ട് പോരുത്. പക്ഷേ ആ ദിവസം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു അല്ലേ. അതൊരു കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയതാണ്. കാരണം ടി പി ചന്ദ്രശേഖരൻ വി എസുമായിട്ട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു. DYFയുടെ നേതാവൊക്കെ ആയിരുന്ന സമയത്ത് ചന്ദ്രശേഖരൻ പലപ്പോഴും ബി എസിൻ്റെ ഒരു ക്യാമ്പിലുള്ള ആൾ തന്നെയായിരുന്നു. മാത്രമല്ല, രമയുമായിട്ട് ഒക്കെ നല്ല അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പിതൃനിർവിശേഷമായിട്ടുള്ള ആ വാത്സല്യത്തോടുകൂടി അവിടെ എത്തുന്നു, രമയെ ആശ്വസിപ്പിക്കുന്നു. അതിനി മറ്റൊരു ദിവസം ഇല്ല എന്ന് വി എസ് ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ഒരു യാത്ര, അതായത് പാർട്ടി വിലക്കുണ്ടായിട്ടും അന്ന് പോയി കണ്ടത്. നോക്കൂ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ വി എസിന് സാധിച്ചു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അത് ഈ ജനകീയ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് വി എസ് ഒരു പക്ഷത്ത് തിരുത്തൽ ശക്തിയായി ഒരു തരത്തിലൊരു ബദലായി തലപൊക്കി നിൽക്കുമ്പോൾ അതിനൊരു മറുവശമുണ്ടല്ലോ, അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നില്ല വി എസിൻ്റെ ലക്ഷ്യം. തീർച്ചയായും. അതുമാത്രമല്ല, വി എസിന് പലപ്പോഴും താൻ കൈക്കൊണ്ട ആ നിലപാട് അതാണ് ശരി എന്ന് പാർട്ടി പ്രവർത്തകരെ, പാർട്ടി അണികളെ, സാധാരണ സഖാക്കന്മാരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വി എസിൻ്റെ ഇടപെടലിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് പിന്നീട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. കാരണം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലതിലൊക്കെ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വി എസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എങ്കിലും ആത്യന്തികമായി ആ പോരാട്ട വീര്യം അതൊരിക്കലും ചോർന്നു പോയിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്നിപ്പോൾ പല സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ പറഞ്ഞത്, അതായത് വി എസ് സജീവമായിട്ട് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന പല ദുഷ്പ്രവണതകളുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അദ്ദേഹം ഭരണത്തിൽ പിടിമുറുക്കുന്നു, അതുപോലെ പാർട്ടിയിൽ പിടിമുറുക്കുന്നു. ഒരു ഏകഛത്രാധിപതിയെ പോലെ പോകുന്ന ആ ഒരു കാഴ്ച വി എസ് സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ വി എസ് വളരെ സക്രിയമായിട്ട് CPM രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ
അദ്ദേഹം ഓരോ വിഷയവും പഠിച്ച് അവധാനതയോടെ പഠിച്ച് പരിശോധിച്ച് അതിൽ ഇടപെട്ടിരുന്ന സമയത്ത് ഒക്കെ പാർട്ടി നേതൃത്വവുമായിട്ട് പോരാടേണ്ടി വന്ന സമയത്ത് പോലും അദ്ദേഹം അചഞ്ചലനായി നിലകൊള്ളുകയും ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ ഉന്നത ഫോറങ്ങളിൽ സംസ്ഥാന സമിതിയിലാവട്ടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാവട്ടെ ഒക്കെ അദ്ദേഹത്തിന് ഭൂരിപക്ഷ അഭിപ്രായം, അദ്ദേഹം എടുത്ത നിലപാടിന് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെ വന്ന ഘട്ടത്തിൽ പോലും ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായിട്ട് ആ നിലപാട് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് വി എസിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഈ വി എസ് നീട്ടി ഉറക്കെ പറഞ്ഞ് വലിയ ചർച്ചയായ 4 വരികളുണ്ട്. അതായത് തലനരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വവും തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും. അവസാനം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? തലകുനിക്കാത്ത ശീലമൻ യൗവനം എന്നാണ്. നമുക്ക് ഈ വി എസ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത് ശരീരം മാത്രമേ വാർദ്ധക്യത്തിലേക്ക് പോയിട്ടുള്ളൂ, തലച്ചോറിന് ഇപ്പോഴും 30-ന്റെ ചെറുപ്പമാണ്. അങ്ങനെ ആ ചെറുപ്പത്തെ മനസ്സിലുറപ്പിച്ച് പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ സരസമായി എന്നാൽ കൂരമ്പ് പോലെ തറയ്ക്കും വിധം പ്രതികരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാകും രണ്ടും ഉണ്ടായിരുന്നു വി എസിനെ വ്യത്യസ്തനാക്കിയത്. അല്ലേ, സരസനുമായിരുന്നു, അതേസമയം കർക്കശക്കാരനുമായിരുന്നു. മാത്രമല്ല ചില പ്രയോഗങ്ങൾ പലരെയും വ്യക്തിപരമായിട്ട്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാവിനെയൊക്കെ വ്യക്തിപരമായി വേദനിപ്പിച്ച ചില പരാമർശങ്ങളൊക്കെ വി എസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇദ്ദേഹം ഇത്രയും പരുക്കനാണല്ലോ, ഉമ്മൻചാണ്ടിയോട് ഇത് വേണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ വി എസ് പറഞ്ഞാണ്. പിന്നെ അദ്ദേഹത്തിന് അതിലൊരു പശ്ചാത്താപമൊന്നും എവിടെയെങ്കിലും പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഈ പലപ്പോഴും പറയാറുണ്ട്, അതായത് ചെയ്യാൻ പറ്റുന്നതേ പറയൂ, അല്ലേ? അതാണ് വി എസ്. അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അദ്ദേഹം പറയുകയുള്ളൂ, അല്ലാതെ ഈ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നിരത്തുന്നൊരു വ്യക്തിയായിരുന്നില്ല. വി എസ് അച്യുതാനന്ദൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ വി എസിനൊരു ടീമുണ്ടായിരുന്നു. വി എസിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു ടീമുണ്ടായിരുന്നു. ഇപ്പോൾ ഐ ടിയും വി എസും തമ്മിൽ എന്താ ബന്ധം? പക്ഷേ ഐ ടി വിഷയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉപദേശം നൽകിയ ഒരു ജോസഫ് സി മാത്യു. അതുപോലെ ഈ പരിസ്ഥിതി വിഷയങ്ങളിൽ അദ്ദേഹം കൂടുതൽ ആകർഷനാകുന്നത് എങ്ങനെയാണ്? വി എസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാനാണ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിൽ നൽകിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സുരേഷ്, അല്ലേ, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അതായത് എല്ലാവരിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുത്ത് കൃത്യമായിട്ട് വി എസിനെ അറിയിച്ചുകൊണ്ടിരുന്നത് സുരേഷാണ്. സുരേഷും ജനകീയനായിരുന്നു വി എസിനെ പോലെ. നമ്മളെല്ലാ കാര്യങ്ങൾ എന്തായിരിക്കും, ഇത് ഇങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ കൃത്യമായിട്ട് ആ പൾസ് മനസ്സിലാക്കി അത് വി എസിനെ അറിയിക്കുന്നതിൽ മിടുക്കനായിരുന്നു സൂര്യ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊരു ടീമുണ്ടായിരുന്നു. വി എസിന് രസതന്ത്രം ഉണ്ടായിരുന്നു. ഇപ്പം മൂന്നാർ ദൗത്യം അറിയാലോ. മൂന്നാർ ദൗത്യം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി പിന്നെ അത് നടപ്പിലാക്കുന്നതിൽ വിജയിച്ചില്ല. പക്ഷേ എങ്കിലും ഒരു തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ, അതിൽ പാർട്ടിക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ എം മണിയെ പോലുള്ളവർക്ക്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലംബോദരനൊക്കെ കൃത്യമായിട്ടുള്ള പങ്ക് ഈ കയ്യേറ്റങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് ആര് കയ്യേറി കഴിഞ്ഞാലും അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഉറച്ച ബോധ്യത്തോടെ പറയാൻ സാധിച്ചു. ആ നീക്കമാകും, അങ്ങനെയുള്ള മുന്നേറ്റമാകും വി എസിനെ വ്യത്യസ്തനാക്കിയത്. കാരണം അത് പാർട്ടിക്കാരായിക്കോട്ടെ തിരുത്തേണ്ടതല്ലേ, അല്ലാതെ പുതിയ കാല കമ്മ്യൂണിസ്റ്റുകളെ പോലെ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമായിരുന്നില്ല മൂന്നാർ ദൗത്യത്തിലൂടെ അടക്കം കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് വെച്ചു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബി എസിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അല്ലേ? ബി എസിന് ഈ ഭരണത്തിൽ വലിയ പാണ്ഡിത്യം ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പാഠമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും വി എസ് ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപഴകൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടീം
ഒക്കെ കൂടി ചേർന്നപ്പോൾ ഒരു നല്ലൊരു ഒരു കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, അതിന്റെ റിസൾട്ടും ഉണ്ടായി. VS വിളിച്ചു പറയുമെന്ന ഭയത്താൽ VS പേടിയായിരുന്നു എല്ലാവർക്കും. അതാണ് VS അത് വിളിച്ചു പറയും. എവിടെ വെച്ച് എങ്ങനെ വിളിച്ചു പറയുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് മാത്രം VSന്റെ രാഷ്ട്രീയത്തെ സ്നേഹിച്ചവരുണ്ട്. തീർച്ചയായും VSനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചവരുണ്ട്. അതെ, അതായത് VSന് എല്ലാവർക്കും ഭയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എതിർചേരിയിലുള്ളവർക്ക് മാത്രമല്ല, പാർട്ടിക്കകത്തുള്ളവർക്ക് വലിയ ഭയമായിരുന്നു. കാരണം VS കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ഉദാഹരണത്തിന് SNC ലാവ്ലിൻ കേസ്, ആ ലാവ്ലിൻ കേസ് അത് മുഖ്യധാരയിൽ അത് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? VSൻ്റെ ഇടപെടൽ തന്നെയാണ്. അത് പിന്നീട് പുറത്തു വന്നു. VS പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച, അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അയച്ച ആ ലെറ്ററൊക്കെ പിന്നീട് പുറത്തു വന്നതാണ്. കാരണം VSന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു, ഈ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോരാട്ടം തുടങ്ങിയത്. VS അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള ആ പോര് അത് രൂക്ഷമാക്കിയത് ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണ്. അപ്പം ഇതിൻ്റെ പിറകിൽ VS ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് തൊട്ടാണ് ആ അതായത് പാർട്ടിയിലെ തന്നെ ചിലരെ മൂർച്ഛിച്ചത്. സമൂഹത്തിന്, പാർട്ടിക്ക്, ഇടതു ചിന്തകൾക്ക് ഒക്കെ ബോധ്യപ്പെടുത്തിയത് VS ആണ്. തീർച്ചയായും. ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാകും ഈ പുതിയ കാല കമ്മ്യൂണിസത്തിന്റെ യാത്ര എന്ന് കൂടി തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖം ഞാൻ തുറന്നു കാട്ടുമെന്ന് പലവട്ടം കാണിച്ചു തന്ന ഒരാളാണ് VS. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചില മുഖങ്ങളെ സമൂഹത്തിന് ചൂണ്ടിക്കാട്ടിയത് VS ആണ്. തീർച്ചയായും. അതായത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടെ നിൽക്കുന്നവരാണെങ്കിലും നീ തെറ്റ് ചെയ്തു, അത് ശരിയല്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം VSനുണ്ടായിരുന്നു. ഇപ്പോൾ VS അതുകൊണ്ടല്ലേ VSന് പാർട്ടിയിൽ നിന്ന് താക്കീത് കിട്ടിയിട്ടുണ്ട്, ശാസനകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയല്ലോ അവസാനം. അങ്ങനെ ഒരു അവസ്ഥയിൽ വരെ എത്തിയില്ലേ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് രൂപം നൽകിയ VS അച്യുതാനന്ദനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി അല്ലേ? എന്തുകൊണ്ടാണ്? VS അവിടെയും വളരെ സുധീരമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചു. അതായത് പല വിഷയങ്ങളും ഇപ്പോൾ പിണറായി വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു അന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. പക്ഷേ എങ്കിലും സ്ഥാനമാനങ്ങളില്ലെങ്കിലും VS അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ ജീവിക്കും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ കൃഷ്ണരാജ് അവിടെയാണ് ഇറങ്ങിപ്പോകുന്ന, വിളിച്ചു പറഞ്ഞ് തിരിച്ചു പോകുന്ന, എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഞാൻ മാറി നിന്നാലും മാറി നടന്നാലും അംഗീകരിക്കപ്പെടുമെന്ന ബോധ്യം. എന്നെ ഏറ്റെടുക്കാൻ കേരളത്തിലെ ജനങ്ങളുണ്ട്. പാർട്ടിക്കാർ മാത്രമല്ല കേട്ടോ, പാർട്ടി അണികൾ മാത്രം എന്നെ ഏറ്റെടുക്കുന്നുള്ള ആ ഒരു ബോധ്യത്തിലായിരുന്നില്ല VS അച്യുതാനന്ദൻ്റെ പ്രവർത്തനം. കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, ജനകീയ വിഷയങ്ങൾ ഇദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് വിജയമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി VSന് പിന്തുണ നൽകിയവരുണ്ട്. അപ്പോൾ അത് എല്ലാ നേതാക്കന്മാർക്കും കിട്ടുന്നതല്ലല്ലോ. നോക്കൂ, ഇപ്പോൾ ഒരു CPM നേതാവാണെങ്കിൽ അണികൾ അദ്ദേഹത്തെ ഒരുപക്ഷെ ഹൃദയത്തിലേറ്റി നടന്നിട്ടുണ്ടാവും. EK നായർ ഇതേപോലെയായിരുന്നു. കാരണം EK നായരെ ഇഷ്ടപ്പെട്ട CPMകാർ മാത്രമായിരുന്നില്ല അല്ലേ, എതിർചേരിയിലുള്ളവരും അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലൊരു പ്രത്യേകതയാണ് പൊതുജനങ്ങളെ നോക്കി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി പറയുന്ന, പ്രവർത്തിക്കുന്ന, അവരെ ഒന്ന് നോക്കി ചിരിക്കാനെങ്കിലും തയ്യാറാകുന്നവർ ജനപ്രീതിയുള്ളവരാകും. അതെ, അങ്ങനെ ഒരു കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, VSനെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എന്താ, VS അദ്ദേഹം കടുപ്പാണ് മുഖത്ത് എപ്പോഴും അല്ലേ, ഒരു കാർക്കശ്യക്കാരൻ, പരുഷമായിട്ട് മാത്രമേ സംസാരിക്കൂ, പരുക്കനാണ് എന്നൊക്കെ നമുക്ക് പുറമേ തോന്നുമെങ്കിലും പക്ഷെ ഉള്ളുകൊണ്ട് VSൻ്റെ കൂടെ ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ നമ്മുടെ ഈ അഭിമുഖങ്ങൾ, അദ്ദേഹവുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂകളിൽ VS യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു സഞ്ചാരത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം തമാശ പറയുന്നു, അവിടെ അദ്ദേഹം സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, വാർദ്ധക്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹം നമ്മൾ ഒരു ചോദ്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടണമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹം, പക്ഷേ വെരി ഷാർപ്പ്. അതാണ് അദ്ദേഹത്തെ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ VS എനിക്ക് തോന്നുന്നു 90 വയസ്സുള്ള സമയത്ത് പോലും അദ്ദേഹം വളരെ സജീവമായിരുന്നല്ലോ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അഭിമുഖങ്ങളിൽ
ഒരു വാർദ്ധക്യം സംഭവിച്ച ഒരാൾ ചിലപ്പോൾ വാക്കുപിഴയുണ്ടാവും. അതൊന്നും ഉണ്ടായിട്ടില്ല വി എസിൻ്റെ കേസിൽ. വി എസ് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും. അതിനപ്പുറത്തേക്ക് നമ്മൾ ചോദിച്ച് അദ്ദേഹത്തെ പ്രകോപിച്ചാൽ പോലും വി എസ് ആ പറഞ്ഞിടത്ത് തന്നെ നിൽക്കുന്നുള്ളതാണ്. മാത്രമല്ല ഈ പൊതുവെ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പബ്ലിസിറ്റി ഒന്നും പ്രതീക്ഷിച്ച ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. നാട്ടിൻപുറത്തുകാരൻ അദ്ദേഹം ജനിച്ച് വളർന്ന ആ ചുറ്റുപാട് അത് അദ്ദേഹത്തിന് ജീവിതത്തിലുടനീളം ഏതു പദവിയിലിരുന്നാലും അതിൽ അഭിരമിക്കുകയായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം കൃഷ്ണരാജ് പറയാതെ വയ്യ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മൾ കരുതിയ ഒരു സമയം. ഒരുപക്ഷെ പുറത്തു പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുമായിരുന്നു അന്ന്. അങ്ങനെ പാർട്ടി ഒരു പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല അദ്ദേഹം. അതൊരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണും. ഒരുപക്ഷെ അന്ന് ഞാനെടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകുന്ന എൻ്റെ ഒരു നിഗമനം കേട്ടോ. പക്ഷേ അന്ന് അദ്ദേഹം ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ CPM മറ്റൊരു രീതിയിലേക്ക് പോയിരുന്നു. ഇപ്പം MV രാഘവനെ പോലുള്ള KR ഗൗരി അമ്മയെ പോലുള്ളവരൊക്കെ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ VS അച്യുതാനന്ദൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എങ്കിലും VS അച്യുതാനന്ദൻ പുറത്തു പോയിരുന്നെങ്കിൽ അത് വലിയൊരു ചലനം ഉണ്ടാക്കിയേനെ. കാരണം അത്ര തെളിവാണ് ഇന്ന് കാണുന്ന ആൾക്കൂട്ടം ഒരു വലിയൊരു ചലനം ഉണ്ടാക്കിയേനെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കപ്പുറത്തേക്ക്, പാർട്ടി അണികൾക്കപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ചിരുന്നു VS അച്യുതാനന്ദൻ.